നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന്റെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുതിർന്ന ബി.ജെ.പി. നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന, അജിത് പവാറിന്റെ എൻ.സി.പി. ഘടകം, ബി.ജെ.പി. എന്നിവർ ഉൾപ്പെടുന്ന മഹായുതി സഖ്യം ജയിക്കുമെന്നാണ് ഫഡ്നാവിസ് അവകാശപ്പെടുന്നത്. മഹായുതി സഖ്യത്തിലൂടെ ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു. നിയമസഭയിൽ ഞങ്ങൾക്ക് വെല്ലുവിളിയായിരുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കും. ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച അതേ ഘടകങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കുമെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വലിയ തിരിച്ചടിയായിരുന്നു നേരിട്ടത്. സംസ്ഥാനത്തെ 48 ലോക്സഭാ സീറ്റുകളിൽ 9 ബി.ജെ.പി. നേടിയപ്പോൾ സഖ്യകക്ഷികളായ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 7 സീറ്റും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് 1 സീറ്റുമാണ് നേടാൻ സാധിച്ചത്. മറുവശത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 7 സീറ്റുകൾ നേടിയപ്പോൾ മറ്റ് സഖ്യകക്ഷികളായ എൻ.സി.പി. 8 സീറ്റുകളും കോൺഗ്രസ് 13 സീറ്റുകളും നേടി വലിയ മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ 12ലും വ്യത്യസ്തമായ രീതിയാണ് ഞങ്ങൾ കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കില്ലെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി പറഞ്ഞു. ശിവസേനയും എൻ.സി.പിയും ചില സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വ്യാജ പ്രചരണം കാരണം ഞങ്ങളുടെ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടായി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പിക്ക് വോട്ട് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹായുതി സഖ്യത്തിന്റെ ശക്തി കേന്ദ്രം പ്രതിപക്ഷം മനസ്സിലാക്കിയതിനാൽ തന്നെ ലക്ഷ്യമിടുന്നതായും ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു. നമ്മുടെ പ്രതിപക്ഷ പാർട്ടിക്ക് 50 വർഷത്തെ അനുഭവ പരിചയമുള്ള നേതാക്കളുണ്ട്. മഹായുതിയുടെ ശക്തി കേന്ദ്രം എവിടെയാണെന്ന് അവർക്കറിയാം. ആരെയാണ് ലക്ഷ്യമിടേണ്ടതെന്നും അവർക്കറിയാം. ഉദ്ധവ് താക്കറെയെ മാത്രമാണ് താൻ വിമർശിച്ചതെങ്കിലും കോൺഗ്രസും എൻ.സി.പിയും അവർക്കറിയാവുന്നതുപോലെ തന്നെ കൂടുതൽ ലക്ഷ്യമിട്ടു. സഖ്യത്തിലുള്ള 3 പാർട്ടികളിൽ ബി.ജെ.പിക്ക് കൂടുതൽ ശക്തിയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.